ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. തൃശൂർ ആരെടുക്കുമെന്നതിൽ ആശങ്കയുമായി മുന്നണികൾ. കേരളത്തിൽ താമര വിരിയില്ലെന്നും BJP അക്കൗണ്ട് തുറക്കുക ബാങ്കിലാണെന്നും UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. കുട്ടികളും ഫിറ്റ്നസും ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം അടച്ചുപൂട്ടിയ ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ വീണ്ടെടുപ്പിന്റെ മണിമുഴങ്ങി. തൃശൂർ ശക്തൻ നഗറിൽ CNG പ്ലാന്റ് 1 വർഷത്തിനകം പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പ്രതിപക്ഷം. ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ കുരിയച്ചിറയിൽ പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ്. ഗുരുവായൂർ പേരകം മേഖലയിൽ ഇടിമിന്നലിൽ 50ഓളം വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. പോർക്കുളത്ത വീടിന് സമീപം കെട്ടിക്കെട്ടിയിരുന്ന പോത്തിൻകുട്ടി ഇടിമിന്നലേറ്റ് ചത്തു. അതിരപ്പള്ളി വാഴച്ചാലിൽ പുഴയിൽ കടുവകൾ ഇറങ്ങി. കടുവകൾ എത്തിയത് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്ന്. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 7-ന് സ്ട്രോങ് റൂം തുറക്കും. 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ രാമവർമ്മപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണി തുടങ്ങുക. വോട്ടെണ്ണൽ സ്ഥലത്ത് മൊബൈൽ ഫോണുകൾ അനുവദിക്കില്ല. 546 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രം സന്ദർശിച്ച് അവസാനവട്ട ഒരുക്കങ്ങൾ ജില്ലാ കളക്ടർ വിലയിരുത്തി. ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ രാവിലെ 6-ന് അതാത് കേന്ദ്രങ്ങളിൽ ഹാജരാകണമെന്നും ജീവനക്കാർ നിർബന്ധമായും തിരിച്ചറിയൽ കാർഡ് ധരിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. അതിനാൽ തന്നെ തൃശൂർ ആരെടുത്താലും രാഷ്ട്രീയ കേരളത്തിൽ വൻ ചർച്ചകൾക്കാണ് വഴിയൊരുങ്ങുക. ശക്തമായ ത്രികോണ മത്സരമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത്. തൃശൂർ, ഒല്ലൂർ, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, നാട്ടിക നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും നേതാക്കളും വിജയപ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. തൃശൂരിൽ അക്കൗണ്ട് തുറക്കുമെന്നാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെയും NDA നേതാക്കളുടെയും പ്രതീക്ഷ. തൃശൂരിൽ വിജയം സുനിശ്ചിതമാണ് എന്ന UDF സ്ഥാനാർത്ഥി K മുരളീധരനും UDF നേതാക്കളും കണക്കുകൂട്ടുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെയും LDF നേതാക്കളുടെയും പ്രതീക്ഷ. അവസാനവട്ട കുട്ടലും കിഴിക്കലുമായി 3 മുന്നണികളും കാത്തിരിക്കുമ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് വോട്ടർമാർ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. കേരളത്തിൽ താമര വിരിയില്ലെന്നും BJP അക്കൗണ്ട് തുറക്കുക ബാങ്കിലാണെന്നും K മുരളീധരൻ പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിലെ 5 നിയോജക മണ്ഡലങ്ങളിലും UDF വ്യക്തമായ ലീഡ് നേടും. കേരളത്തിൽ താമരകൾ വിരിയുമെന്ന പ്രതീക്ഷകൾ വോട്ടെണ്ണൽ ദിനം രാവിലെ 8 മണിയോടെ വാടുമെന്ന് K മുരളീധരൻ പരിഹസിച്ചു. കഴിഞ്ഞ മാർച്ച് 9-ാം തീയതി ഇവിടെ വന്നിറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും UDFനും ഇല്ല, സ്ഥാനാർത്ഥിക്കും ഇല്ല. അതുകൊണ്ട് നാളെ നല്ല ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും കോൺഗ്രസിനോ UDFനോ ഇല്ല. അതുപോലെ നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ. 8 മണി കഴിഞ്ഞാൽ വാടും ഉറപ്പായിട്ടും. അതുകൊണ്ട് അത് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാം. കേരളത്തിലുണ്ടാവില്ല, ബാങ്കിൽ തുടങ്ങാം. 5 നിയോജക മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം UDFനുണ്ടാവും. അതിൽ പുതുക്കാട് ഭൂരിപക്ഷം കിട്ടുന്നവർ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളത് മൈനസായിട്ടാണ് കൂട്ടിയിട്ടുള്ളത്. നാട്ടികയിലും കുറച്ച് മൈനസ് വേണ്ട സാധ്യതയുണ്ട്. ട്രെൻഡ് ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ലീഡുണ്ടാവും. BJP 3-ാം സ്ഥാനം പോകുമോ? തീർച്ചയായിട്ടും കണക്കനുസരിച്ച് 3-ാം സ്ഥാനത്ത് പോകണം. തൃശ്ശൂരത്തെ MP ആയിട്ട് സ്ഥിരമാവും. തീർച്ചയായിട്ടും. ലോക്സഭാ ഫലമറിയാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വ്യത്യസ്ത പന്തയവുമായി കോൺഗ്രസ് BJP പ്രവർത്തകർ. സേവാദൾ മുൻ മണ്ഡലം ചെയർമാൻ ബൈജു തെക്കനും BJP പ്രവർത്തകൻ ചില്ലി സുനിയും തമ്മിലാണ് പന്തയം. സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചാൽ തന്റെ വാഗ്നർ കാർ സുനിക്ക് നൽകാമെന്നും സുരേഷ് ഗോപി തോറ്റാൽ തന്റെ സ്വിഫ്റ്റ് കാർ ബൈജുവിന് നൽകാമെന്നുമാണ് പന്തയം. ഇരുവരും ചാപ്പറമ്പ് നാഗയക്ഷി ക്ഷേത്രത്തിന് മുന്നിൽ സുഹൃത്തുക്കളെ സാക്ഷികളാക്കി വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ KL 46T 3622 എന്ന വാഗനർ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്.
കെ മുരളീധരൻ ജയിക്കുമെന്നാണ് എന്റെ ഈ മാരുതി സ്വിഫ്റ്റ് ഡിസയർ ബൈജുന് കൈമാറുന്നതാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിനായി ക്ഷേത്രത്തിലെ യുവാവിന്റെ ശയന പ്രദക്ഷിണം. സേവാഭാരതി മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിലാണ് പാന്തോടുള്ള ക്ഷേത്രത്തിൽ ശയന പ്രദക്ഷിണം നടത്തിയത്. സുരേഷ് ഗോപി ചോതി നക്ഷത്രം എന്ന പേരിൽ ഒരു ദിവസത്തെ പൂജ ഷീട്ടാക്കിയ ശേഷമാണ് ശയന പ്രദക്ഷിണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം രാവിലെ തൃക്കുന്നത്ത് ക്ഷേത്രത്തിലും ശയന പ്രദക്ഷിണം നടത്തുമെന്ന് രഞ്ജിത്ത് പറഞ്ഞു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകളിൽ വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയായി ഏകദേശം 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സ്കൂളുകളിലെത്തിയത്. വില്ലടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തൃശൂർ വിദ്യാഭ്യാസ ജില്ലാതല പ്രവേശനോത്സവത്തിൽ നവാഗതരായ കുരുന്നുകളെ മുതിർന്ന വിദ്യാർത്ഥികളും അധ്യാപകരും PTA-യും ചേർന്ന് പീലിക്കാവടിയുടെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ ഘോഷയാത്രയായി സ്വീകരിച്ചു. പ്രവേശനോത്സവം P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ I. സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A. അൽസാർ, ജില്ലാ പ്രോജക്ട് ഓഫീസർ ഡോക്ടർ ബിനോയ്, പ്രിൻസിപ്പാൾ ഇൻചാർജ് PA അബ്ബാസ്, ഹെഡ്മാസ്റ്റർ CK അജയ്കുമാർ, സ്കൂൾ വികസന സമിതി ചെയർമാൻ K. മുരളീധരൻ, സ്കൂൾ PTA പ്രസിഡന്റ് EC ശരത്ത്, മദർ PTA പ്രസിഡന്റ് PB ബിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ മാറ്റങ്ങളുമായാണ് ഇത്തവണത്തെ സ്കൂൾ തുറക്കൽ. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലാണ് പുതിയ പാഠപുസ്തകങ്ങൾ. ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത. ഇടവേളയ്ക്ക് ശേഷം 1-ാം ക്ലാസ്സിൽ അക്ഷരമാല തിരികെ എത്തി എന്നതും പ്രത്യേകതയാണ്. TCV തൃശൂർ. മധ്യവേനൽ അവധിക്കാലത്തിന് വിടച്ചൊല്ലി കുട്ടിക്കൂട്ടം വീണ്ടും വിദ്യാലയങ്ങളിലെത്തി. വിനോദത്തിന്റെ ആലസ്യം പൂർണ്ണമായും വിട്ടൊഴിയും മുൻപേ ചെറുമടിയോടെയാണ് പലരും അക്ഷരമുറ്റത്തെത്തിയത്. അവധിക്കാല വിനോദത്തിന് അവധി നൽകിയാണ് കുരുന്നുകൂട്ടുകാർ അറിവിൻ്റെ വാതായനം തുറന്നിട്ട അക്ഷരമുറ്റത്തെത്തിയത്. പുതിയ ബാഗും നേരെ പിടിക്ക് കണ്ണോറ്. വെക്കേഷനൊക്കെ തീർന്നോട്ടോ, ജോലിയിലൊക്കെ എടുത്തു വെക്കേ. നമുക്ക് സ്കൂളിൽ പോകേണ്ട സമയല്ലേ ഇനി. UKG-കാരിയായ എംലിയ റോസ്, തൃശൂർ ചേലക്കോട്ടുകര സ്വദേശി ലിൻഡോ ഗ്ലോറിയ ദമ്പതികളുടെ മകൾ. മതിവരുവോളം ഉറങ്ങിയും കളിച്ചും യാത്രകൾ പോയും അവധി ദിവസങ്ങൾ കടന്നുപോയി. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറന്ന ദിവസം രാവിലെ എഴുന്നേൽക്കാൻ അല്പം മടിയുണ്ടായി. ഇങ്ങനാണേലും പുതിയ കുടയും വാട്ടർ ബോട്ടിലും ബാഗുമൊക്കെ കിട്ടിയപ്പോൾ ആൾ ഹാപ്പിയായി. സ്കൂളിൽ പോകാനും കൂട്ടുകാരെ കാണാനും ഇഷ്ടവുമേറി. അവധി എങ്ങനെ ഉണ്ടായിരുന്നു? ടൂറൊക്കെ എങ്ങനെ പോയത്? കോഴിക്കോട്, കാഞ്ഞിരപ്പള്ളി കല്യാണത്തിന് പോയതാ. സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? ചെലപ്പം വഴിയൊക്കെ മേടിക്കും, ചെലപ്പം പുതിയ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാ? അന്ന് മാത്രണ്ട് ഫ്രണ്ട്. കൺമണി കൺപോട് കാതലെഴുതും കഴുതമേ. സ്കൂളുകൾ തുറന്നതോടെ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കലിൽ തുടങ്ങുകയാണ് രക്ഷിതാക്കളുടെ തിരക്ക്. മഴയത്ത് പോകണം. വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സ്കൂളിൽ പിന്നെ പാർക്കൊക്കെ ഉള്ള കാരണം നല്ല ഇൻട്രസ്റ്റ് ആണ് പോവാനൊക്കെ. അപ്പോൾ പഠിപ്പായി, കാര്യങ്ങളൊക്കെ ആയി. കാലവർഷം രക്ഷിതാക്കളുടെ ആശങ്ക അല്പം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിന് അവസരം നൽകാതെ പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ ആവേശം നിറച്ചാണ് എംലിയാമോൾ അടക്കമുള്ളവർ സ്കൂളിലേക്ക് എത്തിയത്. കളിയും പഠനവുമെല്ലാമായി സ്കൂൾ മുറ്റവും ആരവങ്ങളുടെയും ആളനക്കങ്ങളുടെയും വേദിയായി മാറി. അക്ഷരലോകത്തെത്തിയ കുട്ടിക്കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.
പാൽപായസം പോലെ മധുരമുള്ളതാകണം പഠനമെന്നും അതിനായി വിദ്യാർത്ഥികളും അധ്യാപകരും പരിശ്രമിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂർ ജില്ലാതല പ്രവേശനോത്സവം നടവരമ്പ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിദ്യാലയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി സർക്കാർ പരിശ്രമിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുതിരപ്പുറത്തേറിയ വിദ്യാർത്ഥിയും കുട്ടികളുടെ ബാൻഡ് വാദ്യവും വിവിധ കലാരൂപങ്ങളുടെ വേഷപ്പകർച്ചയും വിദ്യാർത്ഥികളും തെയ്യവും നാടൻ കലാരൂപങ്ങളുമായി പ്രവേശനോത്സവത്തിന് മുന്നോടിയായി വർണ്ണാഭമായ റാലിയും നടന്നു. വിദ്യാർത്ഥികളെ വരവേൽക്കാൻ റോബോട്ടിക് ആനയും ഒട്ടകവും സ്കൂൾ കവാടത്തിൽ ഒരുക്കിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷനായിരുന്നു. ടി എൻ പ്രതാപൻ MP മുഖ്യാതിഥിയായി. DPC ബിനോയ് NJ പദ്ധതി വിശദീകരണം നടത്തി. ആദ്യമായി വിദ്യാലയത്തിലെത്തിയ കുരുന്നുകൾക്ക് പഠനോപകരണങ്ങളും മധുരവും വിതരണം ചെയ്തു. കുട്ടികളും ഫിറ്റ്നസും ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം അടച്ചുപൂട്ടിയ എയ്ഡഡ് LP സ്കൂളിൽ വീണ്ടെടുപ്പിന്റെ മണി മുഴങ്ങി. ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളാണ് ചക്കാംപറമ്പ് വിജ്ഞാനദായിനി സഭ ഏറ്റെടുത്ത് ഈ വർഷം തുറന്നത്. ആദ്യ ദിവസം 8 കുട്ടികളാണ് എത്തിയത്. കുട്ടികളുടെ പ്രവേശനം സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും മാനേജ്മെന്റ് മാറിയതിന്റെ അംഗീകാരവും അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുമെന്നും സ്കൂൾ കൈമാറിയ മാനേജർ ആന്റണി ഡേവിസ് പറഞ്ഞു. നിലവിൽ 1ാം ക്ലാസ്സിലേക്കും ബാക്കി ക്ലാസ്സിലേക്കും ആയിട്ട് കുട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ അപേക്ഷ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അപേക്ഷ ഈ ഫയല് അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ. അത് ഈ ദിവസങ്ങളിൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 1930 സ്ഥാപിച്ച സ്കൂൾ സർക്കാരിന് സൗജന്യമായി വിട്ടു നൽകുന്നതിന് സമ്മതമാണെന്ന് കാണിച്ച് 2018 മാനേജർ കത്ത് നൽകിയെങ്കിലും നടപടിയായിരുന്നില്ല. തുടർന്നാണ് ഫിറ്റ്നസും കുട്ടികളും ഇല്ലാത്തതിനാൽ സ്കൂൾ താൽക്കാലികമായി അടയ്ക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിന് മാനേജർ കത്ത് നൽകിയത്. 50 സെന്റ് സ്ഥലമാണ് ഈ വിദ്യാലയത്തിന് ഉള്ളത്. ഇപ്പോൾ നിലവിൽ ഒരു സ്ഥിരം അധ്യാപികയാണ് ഉള്ളത്. വിദ്യാലയം പൂട്ടിയപ്പോൾ പ്രധാന അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സ്ഥലം മാറ്റിയിരുന്നു. TCV മാള. വിദ്യാർത്ഥികളിലെ വ്യത്യസ്തങ്ങളായ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള ഇടപെടലാണ് ഉന്നതി സ്റ്റുഡൻസ് ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രവേശനോത്സവവും ഉന്നതി സ്റ്റുഡൻസ് ക്ലബ്ബിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും തിരുവില്ലാമല മാറയിലെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുവില്ലാമല പഞ്ചായത്ത് അംഗം സ്മിത സുകുമാരൻ അധ്യക്ഷയായിരുന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N ആശാദേവി, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഇൻചാർജ് ഉഷ K നായർ തുടങ്ങിയവർ സംസാരിച്ചു. മർത്തോമ ഗേൾസ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം നാടൻപാട്ട് കലാകാരൻ സത്യദേവൻ എറവ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ PJ ജോൺ അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റിൻസ് P സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ ഗവൺമെന്റ് UP സ്കൂളിൽ 9 പേർ ഇതര സംസ്ഥാന വിദ്യാർത്ഥികൾ. വിദ്യാലയത്തിലെ പഠന മികവ് അറിഞ്ഞാണ് ഇവിടെ ചേർത്തിയതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ദില്ലി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 9 വിദ്യാർത്ഥികളാണ് ഇവിടെ വ്യത്യസ്ത ക്ലാസുകളിൽ പഠിക്കുന്നത്. സർക്കാർ വിദ്യാലയത്തിലെ പഠന മികവിനെ കുറിച്ചറിഞ്ഞാണ് മക്കളെ ഇവിടെ ചേർത്തതെന്ന് മാതാപിതാക്കൾ പറയുന്നു. ഡൽഹി, രാജസ്ഥാൻ, തമിഴ്നാട് തുടങ്ങി പല സംസ്ഥാനങ്ങളിൽ നിന്നായി ഏകദേശം 10ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ വർഷവും 3-4 കുട്ടികൾ ഇതുപോലെ നമ്മുടെ വിദ്യാലയത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ കൂടിയതിന് ശേഷം, ഈ വിദ്യാലയത്തിൽ വന്നതിന് ശേഷം ഈ കുഞ്ഞുമക്കൾ മലയാളം നന്നായി പറയാൻ പഠിച്ചു എന്നതാണ്. അത് എൻ്റെ തൃശൂർ ശക്തൻ നഗറിൽ CNG പ്ലാന്റ് 1 വർഷത്തിനകം പ്രവർത്തനം ആരംഭിക്കുമെന്ന ഉറപ്പ് നൽകിയില്ലെങ്കിൽ കുരിയച്ചിറയിൽ പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനുള്ള തീരുമാനം ചെറുക്കുമെന്ന് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ UDF അംഗങ്ങൾ പറഞ്ഞു. കുരിയച്ചിറ OWC പ്ലാന്റിൽ ഓട്ടോമാറ്റിക് മെഷീൻ സ്ഥാപിക്കുന്നതിനും നടത്തിപ്പിനുമായി കളക്ടറുടെ ചേംബറിൽ പരിസരവാസികളും കോർപ്പറേഷൻ അധികൃതരും ഉദ്യോഗസ്ഥരും ചേർന്നെടുത്ത തീരുമാനം കൗൺസിലിൽ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതിനായി കൂടിയ സ്പെഷ്യൽ യോഗത്തിലാണ് UDF കൗൺസിലർമാർ വിയോജന നിലപാടെടുത്തത്. ശക്തൻ നഗറിൽ CNG പ്ലാന്റ് 1 വർഷത്തിനകം പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകിയില്ലെങ്കിൽ കുരിയച്ചിറയിലെ പുതിയ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനുള്ള തീരുമാനത്തോട് ശക്തമായ വിയോജനം രേഖപ്പെടുത്തുന്നതായി ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള വ്യക്തമാക്കി. കുരിയച്ചിറ മാലിന്യ പ്ലാന്റ് പരിസരവാസികളുടെ അഭിപ്രായം കളക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയ്ക്ക് മുഖവരിക്കെടുത്തില്ലെന്നും കൗൺസിലിൽ ആരോപണമുയർന്നു. അതേസമയം ശക്തൻ നഗറിലെ CNG പ്ലാന്റിന്റെ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങാനായി ഒത്തൊരുമിച്ച് നീങ്ങാൻ ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് മേയർ കൗൺസിലർമാരോട് അഭ്യർത്ഥിച്ചു. നിലവിലുള്ള 24 ഡിവിഷനുകളിൽ നിന്നുള്ള മാലിന്യമല്ലാതെ മറ്റെവിടെ നിന്നും മാലിന്യം കുരിയച്ചിറയിലേക്ക് കൊണ്ടുവരേണ്ടതില്ലെന്നും ശക്തൻ നഗറിലെ CNG പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കുരിയച്ചിറ പ്ലാന്റിലേക്ക് മാലിന്യം കൊണ്ടുവരുന്നത് പൂർണ്ണമായി ഒഴിവാക്കുമെന്നും മേയർ വ്യക്തമാക്കി.
ഈ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള ചെയർമാനായി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുമെന്നും ഈ കമ്മിറ്റി 15 ദിവസം കൂടുമ്പോൾ കുരിയച്ചിറ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മേയർ അറിയിച്ചു. TCB ന്യൂസ്, തൃശൂർ. തൃശൂർ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായ വെള്ളക്കെട്ട് പ്രശ്നം ചർച്ച ചെയ്യാൻ അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർക്കണമെന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ പരിഗണിക്കേണ്ട ഗൗരവമുള്ള വിഷയം പ്രളയസമാനമായ വെള്ളക്കെട്ടാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം നേരത്തെ കാര്യക്ഷമമായി നടക്കാത്തതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ ദുരിതം. തോടുകളിൽ വെള്ളം നിറഞ്ഞത് മൂലം യന്ത്ര സംവിധാനം ഇറക്കി വൃത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഡിവിഷനിലെ വെള്ളക്കെട്ട് കാരണം കൗൺസിലർമാർക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഈ വിഷയം ഇതുവരെ ചർച്ച ചെയ്തില്ല എന്നത് അനാസ്ഥയാണെന്നും ജോൺ ഡാനിയൽ കുറ്റപ്പെടുത്തി. തൃശൂർ നഗരത്തെ വെള്ളക്കെട്ടിലാക്കിയ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ ഭരണ നേതൃത്വത്തിനെതിരെ ആം ആദ്മി പാർട്ടി പ്രതിഷേധിച്ചു. തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ പാർട്ടി ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ജിജോ തട്ടിൽ, വൈസ് പ്രസിഡന്റ് ടോം ജോ തിമോത്തി, മണ്ഡലം സെക്രട്ടറി PR ആനന്ദ്, ഉണ്ണികൃഷ്ണൻ, പിയൂസ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ പേരകം മേഖലയിൽ ഇടിമിന്നലിൽ 50ഓളം വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് ഇടിമിന്നൽ ഉണ്ടായത്. 2 മാസം മുൻപ് സ്ഥാപിച്ച 33 kV ലൈൻ കമ്പി പൊട്ടിവീണു. ഈ ഭാഗത്തെ കോൺക്രീറ്റ് വൈദ്യുതി പോസ്റ്റിന്റെ വലിയ ഭാഗം തെറിച്ചുപോയി. ഇതോടെ മേഖലയിലെ വൈദ്യുതി വിതരണം നിലച്ചു. തിങ്കളാഴ്ച രാവിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചതോടെ വീടുകളിൽ മീറ്റർ ബോർഡ്, ഇൻവെർട്ടർ, ഫാൻ, മോട്ടോർ പമ്പ് തുടങ്ങിയ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. പേരകം 118 നമ്പർ അംഗൻവാടിയിലെയും മുട്ടത്ത് തോമസിന്റെ പച്ചക്കറിക്കടയിലെയും മീറ്ററുകളും LED ബൾബുകളും പൊട്ടിത്തെറിച്ചു. വീടുകളിലെയും തെരുവ് വിളക്കുകളിലെയും LED ബൾബുകൾ പൊട്ടിത്തെറിച്ചു. മുക്കൂട്ട സെന്ററിൽ ചെമ്മണ്ണൂർ ലാസർ, ബ്രഹ്മകുളം ഫ്രാൻസിസ്, ആലുംപടി ജനകീയ ആസൂത്രണം റോഡിൽ തൈക്കാടൻ ജോയ്, പുലിക്കോട്ടിൽ പ്രസാദ് പോൾ, ചെമ്മണ്ണൂർ റോബർട്ട്, പറയിരിക്കൽ അഷ്കർ, മത്രംകൂട്ട് സുബ്രഹ്മണ്യൻ, കോമളത്ത് ഇസ്മയിൽ എന്നിവരുടെ വീടുകളിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് പൊതുപ്രവർത്തകൻ ലാസർ പേരകം ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ഒത്തിരി ഇലക്ട്രിക് ഉപകരണങ്ങൾ എല്ലാം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇൻവെർട്ടർ, ബൾബ് പൊട്ടിത്തെറിക്കൽ, ഫാൻ കേടുവരൽ, വാട്ടർ പമ്പ് കേടുവരൽ, ഇങ്ങനെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട സർക്കാരിനോടും അതുപോലെ തന്നെ KSEBയോടും പറയാനുള്ളത്, അർഹരായവർക്ക് അതിൻ്റെ കണക്കെടുത്ത് നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ്. ഇടിമിന്നലിൽ പോർക്കുളത്ത് വീട് ഭാഗികമായി തകർന്നു. പോർക്കുളം കമ്മ്യൂണിറ്റി ഹാളിന് സമീപം പുലിക്കോട്ടിൽ വീട്ടിൽ രാധയുടെ വീടാണ് തകർന്നത്. ഇവരുടെ വീടിന്റെ സമീപം കെട്ടിയിട്ടിരുന്ന പോത്തിൻകുട്ടി ഇടിമിന്നലേറ്റ് ചത്തു. പട്ടിക്കാട് പൂവൻചിറയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ചിന്നങ്ങത്ത് രാധാകൃഷ്ണന്റെ വീടിന്റെ മേൽക്കൂരയാണ് ഇന്ന് പുലർച്ചെ തകർന്നു വീണത്. വീട്ടിൽ രാധാകൃഷ്ണനും കിടപ്പ് രോഗിയായ രാധാകൃഷ്ണന്റെ അമ്മ പാർവതിയും ഉണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. അതിരപ്പള്ളി വാഴച്ചാലിൽ പുഴയിൽ കടുവകൾ ഇറങ്ങി. 2 ദിവസം മുൻപാണ് വെള്ളം കുറവായിരുന്ന സമയത്ത് കടുവകളെ കണ്ടത്. പുഴയ്ക്ക് സമീപത്തുണ്ടായിരുന്ന യുവാക്കളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ആളനക്കം അറിഞ്ഞതോടെ കടുവകൾ തിരിച്ച് കാട്ടിലേക്ക് പോയി. കടുവകളുടെ സാന്നിധ്യമുള്ള മേഖലയാണ് വാഴച്ചാൽ. മാസങ്ങൾക്ക് മുൻപ് വെറ്റിലപ്പാറയിൽ നാട്ടുകാരുടെ പശുക്കളെ ആക്രമിച്ചു കൊന്നത് കടുവകളാണെന്ന് കണ്ടെത്തിയിരുന്നു. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്നും എത്തുന്നതാണ് ഇവയെന്ന് പറയുന്നു. കാലപ്പഴക്കം മൂലം വർഷങ്ങളായി കോൺക്രീറ്റ് തകർന്നു കിടക്കുകയാണ് വെങ്കിടങ്ങ് പഞ്ചായത്ത് 17-ാം വാർഡിലെ കുണ്ടഴിയൂർ ചീപ്പ്. കനോലി കനാലിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനാണ് ഈ ചീപ്പ് നിർമ്മിച്ചത്. ചീർപ്പ് തകർന്നതോടെ ഉപ്പുവെള്ളം കയറി 15, 16, 17 എന്നീ 3 വാർഡുകളിലെ കുടിവെള്ള കിണറുകളും നിരവധി ഏക്കർ തെങ്ങ് കൃഷിയും നശിച്ചു. ബന്ധപ്പെട്ട അധികാരികൾ അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിലാണ്. നിരവധി ഗ്രാമസഭകളിലും പഞ്ചായത്ത് ഓഫീസിലും നാട്ടുകാർ പരാതിപ്പെട്ടെങ്കിലും ഫണ്ടില്ലെന്നായിരുന്നു മറുപടി. വേലിയേറ്റവും വേലിയിറക്കവും ചീർപ്പിലൂടെ തടസ്സമില്ലാതെ നടക്കുന്നുണ്ട്. ഇപ്പോൾ 10 വർഷത്തിനിപ്പുറം പലകയിടാറില്ല. 200 മീറ്റർ തെക്ക് ഭാഗത്തായി സ്വകാര്യ വ്യക്തിയുടെ പുഴയോരം തകർന്നു കിടക്കുകയാണ്. അതിലൂടെയും ഉപ്പുവെള്ളം കയറുകയാണ്. പുഴയോരം സംരക്ഷിക്കാൻ മൈനർ ഇറിഗേഷൻ അനുമതി ലഭിക്കുകയും ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം വകയിരുത്തി ടെൻഡർ നടത്തിയെങ്കിലും നിർമ്മാണ വസ്തുക്കളുമായി വാഹനം പുഴയോരത്ത് എത്തുന്നില്ലെന്ന് പറഞ്ഞ് കരാറുകാരൻ പണി നടത്തിയില്ല. ഹരിതകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശമുണ്ടായതിനെ തുടർന്ന് നീർത്തട നടത്തം നടത്തിയെങ്കിലും അതിലും ഫണ്ട് അനുവദിച്ചില്ല. കുണ്ടഴിയൂർ ചീർപ്പ് പുതുക്കി പണിയുകയും തകർന്ന പുഴയോരം കെട്ടി സംരക്ഷിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV
പാവറട്ടി. കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് സ്വർണം കവർന്നു. കോട്ടപ്പുറം ടോളിന് സമീപം കള്ളുഷാപ്പിനടുത്ത് തോപ്പിൽ ആനന്ദിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ആനന്ദിന്റെ ഭാര്യ രതിയുടെ 5 പവന്റെ സ്വർണ്ണമാലയാണ് നഷ്ടപ്പെട്ടത്. വീടിന്റെ അടുക്കള വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് കിടപ്പുമുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മാല കവരുകയായിരുന്നു. വീട്ടുകാർ ഉറക്കമുണർന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞാൻ 5:30 രാവിലെ ഒന്നും അറിഞ്ഞില്ല. രാവിലെ എണിറ്റിട്ട് നോക്കിയപ്പോൾ ഗ്രില്ലും വാതിലൊക്കെ തുറന്നെടുക്കണം. അപ്പോൾ വാതിൽ നോക്കിയപ്പോൾ ഇതൊക്കെ പൊളിച്ചിട്ടേക്കണം. കട്ടിലപ്പടിയും ഇതൊക്കെ ലോക്കൊക്കെ പൊളിച്ചിട്ട് അങ്ങനെ ഞാൻ വേഗം ചെന്ന് മാലയാണ് നോക്കി. ആ മുറി ചെന്ന് നോക്കി. ഇപ്പോൾ കറക്റ്റൊരു മാലയില്ല. അതാണ് സംഭവിച്ചത്. അപ്പോൾ ആളരിയത്ത് കിടക്കുന്നുണ്ട് അവിടെ. ചേട്ടനെ അരിയത്ത് കിടന്ന് ആ കട്ടിലിൻ്റെ അടിയിൽ സ്ലാവുമ്മലാണ്. ദേശീയപാതയിൽ പേരാമ്പ്ര നാടുകുന്നിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പേരാമ്പ്ര കളത്തിങ്കൽ ലോനപ്പൻ മകൻ 58 വയസ്സുള്ള ജെയിംസ് ആണ് മരിച്ചത്. നാടുകുന്നിൽ കോഴി കച്ചവടം നടത്തുന്ന ജെയിംസ് കടയിലേക്ക് പോകുന്നതിനിടയിലാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ് ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കുന്നംകുളം മരത്തങ്കോട് സ്കൂളിന് മുൻപിൽ KSU പ്രവർത്തകർ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് സ്ഥാപിച്ച ബോർഡ് SFI പ്രവർത്തകർ നീക്കം ചെയ്തുവെന്നാരോപിച്ച് SFI KSU പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം നടന്നു. വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് SFI പ്രവർത്തകരും KSU പ്രവർത്തകരും ബോർഡ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ KSU പ്രവർത്തകർ സ്ഥാപിച്ച ബോർഡ് SFI പ്രവർത്തകർ നീക്കം ചെയ്തുവെന്നാരോപിച്ചാണ് വാക്കുതർക്കമുണ്ടായത്. തർക്കം രൂക്ഷമായതോടെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കുന്നംകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി എല്ലാ ബോർഡുകളും നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചതോടെയാണ് രംഗം ശാന്തമായത്. ഭാരതീയതയെപ്പറ്റി പറയുന്നവരെ വേട്ടയാടുന്ന രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന്റെ ശാപമാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. മാടമ്പ് സ്മൃതി പർവ്വം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭാരതീയ പാരമ്പര്യത്തെ ഉൾക്കൊള്ളാനും അതിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. വേദം പഠിച്ചവർക്ക് ഭാരതീയതയെ അവഹേളിക്കാനാവില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക് സമ്മാനിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് കുമുദ് ശർമ്മ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. മുൻ ചീഫ് സെക്രട്ടറി VP ജോയ്, രാജൻ തറയിൽ, സുധാകരൻ പാവറട്ടി, KU കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ ജീവനക്കാരെ കൊള്ളയടിക്കുന്ന ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കണമെന്നും ഈ പദ്ധതി നിലവിൽ ജീവനക്കാരന്റെ പല ആനുകൂല്യങ്ങളും കവർന്നെടുക്കുന്ന പോലെ പെൻഷനും അട്ടിമറിക്കാനുള്ള പ്ലാൻ B പദ്ധതിയാണെന്നും NGO അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS മധു ആരോപിച്ചു. ജീവാനന്ദം പദ്ധതിക്കെതിരെ NGO അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രാഞ്ച് പ്രസിഡന്റ് PF രാജു അധ്യക്ഷനായിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറി VA ഷാജു, KGOA ജില്ലാ വനിതാ ഫോറം കൺവീനർ VS സുബിത, NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം PM ഷീബു തുടങ്ങിയവർ സംസാരിച്ചു. അത്ലറ്റിക് രംഗത്ത് ഉയരങ്ങൾ തേടി വീട്ടമ്മ. പാർലിക്കാട് പാറേങ്ങാട്ടിൽ വീട്ടിൽ വിജയൻ ഭാര്യ രജനിയാണ് കായിക രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നത്. ജൂൺ 5, 6, 7, 8 തീയതികളിൽ അയോധ്യയിൽ നടക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ 45-കാരി. 100 മീറ്റർ ഓട്ടം, ജാവലിൻ ത്രോ, ഹാമർ ത്രോ എന്നീ ഇനങ്ങളിലാണ് രജനി വിജയൻ പങ്കെടുക്കുന്നത്. തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന രജനി ജോലിയിലെ ഒഴിവ് സമയങ്ങളിലാണ് പരിശീലനം നടത്തുന്നത്. തൃശൂർ സ്വദേശിയായ രാജൻ ജോസഫാണ് പരിശീലകൻ. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും മുടങ്ങി. പാലക്കൽ സെന്റർ മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ വരെയുള്ള കോൺക്രീറ്റിംഗ് തിങ്കളാഴ്ച പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിയിലായ പാതയിൽ യാത്ര ദുരിതമായി മാറുകയാണ്. മഴ പെയ്തതോടെ വെള്ളക്കെട്ടും അപകടങ്ങളും പതിവായി. പാറമേക്കാവ് ക്ഷേത്രത്തിലേക്ക് 27 കിലോ വെള്ളിയിൽ തീർത്ത വാതിൽ വഴിപാടായി ലഭിച്ചു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വിശ്വാസിയാണ് വാതിൽ സമർപ്പിച്ചത്. പത്തനംതിട്ട മാന്നാറിലുള്ള അനന്തൻ ആചാര്യയാണ് വാതിൽ നിർമ്മിച്ചത്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ വർദ്ധിച്ച ടോൾ നിരക്ക് നിലവിൽ വന്നു. ഏപ്രിൽ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് പ്രാബല്യത്തിലാക്കിയിരുന്നില്ല. സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കം ഈ മാസം 6 വരെ ഒഴിവാക്കി. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു രാജിവെച്ചു. പഞ്ചായത്ത് സെക്രട്ടറി PA ഷൈലയ്ക്കാണ് രാജിക്കത്ത് കൈമാറിയത്. ഇടതുമുന്നണി ധാരണപ്രകാരമാണ് CPM അംഗമായ ചാന്ദിനി വേണു രാജിവെച്ചത്. അടുത്ത 19 മാസം CPI അംഗം കൊച്ചപ്പൻ വടക്കൻ പ്രസിഡന്റാകുമെന്നാണ് ധാരണ.
ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരോട് വിനയത്തോടും സൗഹാർദ്ദപരമായും മാത്രമേ പെരുമാറാൻ പാടുള്ളൂവെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിൽ പുതുതായി സേവനത്തിനെത്തിയ സോപാനം കാവൽ ജീവനക്കാർക്കായി ഏകദിന പരിശീലന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തജന സൗഹൃദ നയമാണ് ദേവസ്വം ഭരണസമിതി പിന്തുടരുന്നത്. ജീവനക്കാർ ഈ നിലപാട് പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ അധ്യക്ഷനായിരുന്നു. തന്ത്രി പി.സി. ദിനേശൻ നമ്പൂതിരിപ്പാട്, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ടി. രാധിക തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട KSRTC അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട KSRTCയുടെ നിലനിൽപ്പ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപ്രതിനിധികളുടെ താൽപര്യക്കുറവും അലംഭാവവുമാണ് ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് കാരണമെന്നും ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഉണ്ണിയാടൻ പറഞ്ഞു. KSRTC ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, സിജോയ് തോമസ്, പി.ടി. ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ നിന്നാണ് ഡെപ്പോയിൽ നിന്നും കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും വരുത്തി ഇവിടുത്തെ അത്യാവശ്യ സർവീസ് നടത്തിയിരുന്നു. അപ്പോൾ അത് നിലച്ചിരിക്കുന്നു. വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സർവീസായിരുന്നു ഇത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സർവീസ്. അതും ഏകദേശം നിർത്തിമറ്റാണ്. മാത്രമല്ല ജംഗിൾ സർവീസ്, ജംഗിൾ ടൂർ, അതായത് മൂന്നാർ അതൊക്കെ പോയി. അത് 4 മാസം മുമ്പേ ജംഗിൾ ടൂർ അവസാനിപ്പിച്ചു. മൊത്തം ഒരു ശോചനീയാവസ്ഥയാണ് ഇവിടെ കണ്ടത്. ഇതിനൊരു രസമായി. വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു ജംഗിൾ ടൂർ. മലക്കപ്പാറയ്ക്കും നെല്ലിയാമ്പതിക്കും മൂന്നാർക്ക്. എരുമപ്പെട്ടി തോന്നല്ലൂരിൽ ബൈക്കും ഗ്യാസ് സിലിണ്ടറുകളുമായി പോയിരുന്ന ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്കേറ്റു. എരുമപ്പെട്ടി പഴവൂർ പാമ്പ്ര വീട്ടിൽ ഉസ്മാൻ മകൻ മുഹമ്മദ് ഉവൈസിനാണ് പരിക്കേറ്റത്. ആദൂർ റോഡിന് സമീപത്തുള്ള വളവിലാണ് അപകടമുണ്ടായത്. കെച്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബൈക്ക് എതിർദിശയിൽ വന്നിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. കാലിന് പരിക്കേറ്റ ഉവൈസിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറുകളുമായി തൃശൂരിലേക്ക് പോവുകയായിരുന്നു ലോറി. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി എതിർവശത്തുള്ള പറമ്പിലേക്ക് പാഞ്ഞു കയറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ലോറി ഡ്രൈവറും ഗ്യാസ് കമ്പനി ജീവനക്കാരനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സിലിണ്ടറുകൾ റോഡിൽ തെറിച്ചു വീണു. ഗ്യാസ് ഒഴിഞ്ഞ സിലിണ്ടറുകളായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കോൺഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വി. ശ്രീകുമാറിന് തൃശൂരിൽ യാത്രയയപ്പ് നൽകി. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം മന്ത്രി കെ. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ. ലക്ഷ്മണൻ അധ്യക്ഷനായിരുന്നു. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്, KSFE ഡയറക്ടർ ബോർഡ് അംഗം T. നരേന്ദ്രൻ, ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി IB ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്തർപ്രദേശിൽ നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് കൊണ്ടുവന്ന ഇതര സംസ്ഥാനക്കാരായ സഹോദരങ്ങളെ ചാലക്കുടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ വിഭാഗവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശികളായ ഇസ്രാർ കമാൽ കല്ലു, ജാവേദ് കമാൽ കല്ലു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. ആക്രി വസ്തുക്കൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്നവരാണ് യുവാക്കൾ. ഇതിന്റെ മറവിലായിരുന്നു പ്രതികൾ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. ചാലക്കുടി സബ് ഇൻസ്പെക്ടർ മധു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കുന്നംകുളം ആനാക്കൽ സ്വദേശികളായ 2 വിദ്യാർത്ഥികളെ കാണാതായതായി പരാതി. MJD സ്കൂൾ വിദ്യാർത്ഥികളായ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആകാശ്, അഭിനന്ദ് എന്നിവരെയാണ് ഇന്ന് വൈകിട്ട് 6 മണിയോടെ കുന്നംകുളത്ത് നിന്ന് കാണാതായത്. കുട്ടികൾ സൈക്കിളുമായിട്ടാണ് പോയിട്ടുള്ളത്. വിവരം ലഭിക്കുന്നവർ കുന്നംകുളം പോലീസിൽ അറിയിക്കേണ്ടതാണ്. വാണിജ്യം. ആയുർവേദ പൈതൃകവും പാരമ്പര്യവും നിലനിർത്തുന്ന മികച്ച ചികിത്സ ഉറപ്പുവരുത്തി രാമവിജയം ആയുർവേദ ചികിത്സാലയം തൃശൂർ കോലഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷൊർണൂർ റോഡിൽ പൂവണി ബസ് സ്റ്റോപ്പിന് സമീപം ആരംഭിച്ച പെയിൻ മാനേജ്മെന്റ് സ്പെഷ്യാലിറ്റി സെന്ററായ രാമവിജയം ആയുർവേദ ചികിത്സാലയം കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. കോലഴി 7ാം വാർഡ് മെമ്പർ അഭിരാമി ആദ്യ വിൽപ്പന നിർവഹിച്ചു. തലവേദന, കഴുത്ത്, തോൾ, പുറം, നടുവ്, കൈമുട്ട്, കാൽമുട്ടടക്കമുള്ള ശരീരവേദനകൾക്കും വിവിധ സന്ധിവേദനകൾ, കൈകാലുകളിലേക്ക് വലിച്ചിൽ പോലുണ്ടാകുന്ന വേദനകൾക്കുള്ള വിദഗ്ധ ചികിത്സയും ഇവിടെ ലഭ്യമാണ്. കൂടാതെ വെരിക്കോസ് വെയിൻ, ത്വക്ക് രോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ, തലകറക്കം, അമിത ഉത്കണ്ഠ തുടങ്ങിയവയ്ക്കുള്ള ഫലപ്രദമായ ചികിത്സയും നൽകുന്നു. കേരളത്തിലെ അഷ്ടവൈദ്യന്മാരിൽ പ്രധാനിയായ അഷ്ടവൈദ്യൻ തൃശൂർ തൈക്കാട്ട് മൂസിന്റെ SNA ഔഷധശാലയുടെ ഔഷധങ്ങൾക്ക് പുറമെ എല്ലാ ആയുർവേദ പേറ്റന്റ് മരുന്നുകളും ഇവിടെ ലഭിക്കും.
15 വർഷത്തെ സേവന പാരമ്പര്യമുള്ളതും ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ജയശ്രീ ആർ കർത്തായുടെ സേവനവും സെന്ററിൽ ലഭ്യമാണ്. തിങ്കൾ മുതൽ ശനി വരെ വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയും ഞായറാഴ്ച മുൻകൂർ ബുക്കിംഗിലൂടെയും പരിശോധന നടത്തും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെന്ററിൽ സൗജന്യ വൈദ്യ പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8547830775. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. തൃശൂർ ആരെടുക്കുമെന്നതിൽ ആശങ്കയുമായി മുന്നണികൾ. കേരളത്തിൽ താമര വിരിയില്ലെന്നും BJP അക്കൗണ്ട് തുറക്കുക ബാങ്കിലാണെന്നും UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. കുട്ടികളും ഫിറ്റ്നസും ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം അടച്ചുപൂട്ടിയ ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ വീണ്ടെടുപ്പിന്റെ മണിമുഴങ്ങി. തൃശൂർ ശക്തൻ നഗറിൽ CNG പ്ലാന്റ് 1 വർഷത്തിനകം പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ച പ്രതിപക്ഷം. ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ കുരിയച്ചിറയിൽ പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ്. ഗുരുവായൂർ പേരകം മേഖലയിൽ ഇടിമിന്നലിൽ 50ഓളം വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. പോർക്കുളത്ത് വീടിന് സമീപം കെട്ടിയിട്ടിരുന്ന പോത്തിൻകുട്ടി ഇടിമിന്നലേറ്റ് ചത്തു. അതിരപ്പള്ളി വാഴച്ചാലിൽ പുഴയിൽ കടുവകൾ ഇറങ്ങി. കടുവകൾ എത്തിയത് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്ന്. വോട്ടെണ്ണൽ ദിനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ശുഭരാത്രി.